സമർപ്പിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എത്രയും വേഗം പ്രസിദ്ധീകരിച്ച് സഭകളുടെ നേതാക്കളുമായി ചർച്ച നടത്തി ശുപാർശകൾ നടപ്പിലാക്കുക. 2. 80:20 അനുപാതത്തിലുള്ള സ്കോളർഷിപ്പ് വിതരണത്തിനെതിരെ ഹൈക്കോടതി പുറപ്പെടുവിച്ച നീതിപൂർവകമായ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീൽ പിൻവലിക്കുക. 3. ദേശീയ തലത്തിൽ ക്രൈസ്തവരെ സൂക്ഷ്മ ന്യൂനപക്ഷം അഥവാ മൈക്രോ മൈനോറിറ്റി ആയി പ്രഖ്യാപിച്ച് പ്രത്യേക ഭരണഘടനാ സംരക്ഷണം ഉറപ്പു നൽകുക. 4. പരിവർത്തിത ക്രൈസ്തവർക്ക് അവകാശപ്പെട്ട സംവരണ തത്വങ്ങൾ നിഹനിക്കാതിരിക്കുക. 5. EWS സംവരണത്തിലെ മാനദണ്ഡങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുകയും അർഹമായ EWS സർട്ടിഫിക്കറ്റുകൾ നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. 6. അനധികൃത മതസംവരണം അവസാനിപ്പിക്കുക. പിന്നാക്ക വിഭാഗ സംവരണത്തിൽ അംഗസംഖ്യയിൽ കുറവ് സംഭവിച്ച സമുദായങ്ങളോടുള്ള അനീതി അവസാനിപ്പിക്കുക. 7. പരിസ്ഥിതി നിയമങ്ങളുടെ മറവിൽ അപ്രഖ്യാപിത കുടിയിറക്ക് നീക്കങ്ങൾ അവസാനിപ്പിച്ച് ESA, ESL, EFL ബഫർ സോൺ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടെത്തുക. 8. വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ മറവിൽ കാടൻ നിയമങ്ങളും നിയന്ത്രണങ്ങളും ജനവാസ മേഖലയിൽ അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക. 9. പട്ടയമടക്കം മതിയായ രേഖകളുള്ള റവന്യൂ ഭൂമി സുപ്രീം കോടതി വിധി പോലും മറികടന്ന് പിടിച്ചെടുക്കാൻ വനം വകുപ്പിന് അധികാരം നൽകുന്ന 2023 ജൂലൈയിൽ പാസാക്കിയ ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് ഭേദഗതി നിയമം സർക്കാർ അടിയന്തരമായി പിൻവലിക്കുക. 10. വന്യജീവി സംരക്ഷണം സംബന്ധിച്ച അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വന്യജീവികളെ വനത്തിൽ മാത്രം സംരക്ഷിക്കുക. എണ്ണത്തിൽ പെരുകുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിത തോതിൽ വേട്ടയാടുന്നതും കടുവ, ആന പോലെയുള്ള വലിയ മൃഗങ്ങളെ ശാസ്ത്രീയമായി പുനരധിവസിപ്പിക്കുന്നതും സാധ്യമാകുന്ന രീതിയിൽ കേന്ദ്ര സംസ്ഥാന വനം വന്യജീവി നിയമങ്ങൾ ഭേദഗതി ചെയ്യുക. 11. സംസ്ഥാനത്തിന്റെ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തി കാർഷിക മേഖലയെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറ്റുക. 12. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയിൽ നിന്നും കർഷകരെ പരിരക്ഷിക്കുന്നതിന് വില സംരക്ഷണ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കുക. 13. മലയോര മേഖലയിൽ നിന്നും ടൂറിസത്തിന്റെ മറവിൽ കർഷകരെ കുടിയൊഴിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കുക. 14. പാഠപുസ്തകങ്ങളിൽ ചേർത്തിരിക്കുന്ന ക്രൈസ്തവ വിരുദ്ധമായ ചരിത്ര അപനിർമ്മിതികൾ പിൻവലിക്കുക. 15. ഭാരതത്തിനും കേരളത്തിനും ക്രൈസ്തവ സമൂഹം നൽകിയ വിലപ്പെട്ട സംഭാവനകളെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുക. 16. ക്രൈസ്തവരുടെ സാംസ്കാരിക പൈതൃകവും ചരിത്രവും കോർത്തിണക്കിക്കൊണ്ടുള്ള ടൂറിസം ഹെറിറ്റേജ് പ്രൊജക്ടുകൾ സർക്കാർ നടപ്പിലാക്കുക. 17. ക്രിസ്ത്യൻ ന്യൂനപക്ഷ പദവിയുള്ള എയ്ഡഡ് കോളേജുകളിൽ സമുദായ അംഗങ്ങൾക്ക് ലഭിക്കേണ്ട 20% കമ്മ്യൂണിറ്റി കോട്ട പുനഃസ്ഥാപിക്കുക. 18. എയ്ഡഡ് സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനും പരിപോഷണത്തിനുമായി സർക്കാർ സ്കൂളുകൾക്ക് നൽകുന്നത് പോലെയുള്ള ഗ്രാന്റുകൾ ഏർപ്പെടുത്തുക. 19. ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ അധ്യാപക നിയമന അംഗീകാരം വൈകിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക. ഭിന്നശേഷി സംവരണ പ്രകാരമുള്ള പോസ്റ്റുകളിലെ മാനേജ്മെന്റിനുള്ള നിയമന അധികാരം സർക്കാർ കൈയേറിയത് പിൻവലിക്കുക. ഈ അവകാശ പ്രഖ്യാപന പത്രിക സഭാ നേതൃത്വത്തിന്റെയും സമുദായ അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റും സമുദായ നേതാവുമായ പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിലിന് നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ സമർപ്പിക്കുന്നു. ഈ സമുദായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ. ജയ് കത്തോലിക്ക കോൺഗ്രസ്.